അപ്പോൾ ഇന്നത്തെ വീഡിയോ നവരാത്രി സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ പ്രസാദം കഴിച്ചുകൊണ്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ അച്ഛനും കൂടി കൊടുവായൂർ കുറച്ച് പൂവും പൂജാ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോയിട്ടോ. ഈ പൂവിന് എത്ര രൂപയാണെന്ന് പറയും? 400 രൂപയാണ് കേട്ടോ ഇതെല്ലാം കൂടി മേടിച്ചത്, വണ്ടിക്കും ദൈവത്തിന് ചാർത്താനൊക്കെ. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ തുളസി പൈസ കൊടുത്ത് മേടിക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊരിയും അവിലും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞങ്ങൾ മേടിച്ചു. കരിമ്പ് മേടിച്ചിട്ട് വന്നു. കരിമ്പിന് 40 രൂപയാണ് കേട്ടോ ഈ ഒരു 3 പീസിന്. അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ പൂജയ്ക്ക് നമ്മൾ അരിവാള് കൊടുവാള് പറഞ്ഞ പോലെ എല്ലാ ആയുധങ്ങളും നമ്മൾ വെക്കാറുണ്ട് കേട്ടോ. കാരണം പണ്ട് കൊയ്യുന്ന സമയത്തൊക്കെ അമ്മേര് അരിവാള് കൊണ്ടാണല്ലോ കൊയ്യുന്നത്. അപ്പം അത് കൈക്കോട്ട് അങ്ങനെ കൃഷിപ്പണി ചെയ്യുന്ന എല്ലാതും നമ്മൾ അതിന് പൂജയ്ക്ക് വെക്കാറുണ്ട്. കുഞ്ഞിപ്പഴപ്പോഴേക്കും ഉറക്കം ഉണർന്ന് കുഞ്ഞായിട്ട് എടുത്തിട്ട് വലിയായിട്ട് എടുത്തിട്ട് വന്നു കേട്ടോ. അതുമ്പോഴേക്കും അമ്മ എല്ലാം ഇവിടെ അടിച്ചൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് കുറി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. മെയിനായിട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിൻ്റെ ഫോട്ടോസൊക്കെ നന്നായിട്ട് തുടച്ച ശേഷം അതിനകത്ത് ചന്ദനം കുങ്കുമൊക്കെ ഇടും. അതേപോലെ തന്നെ നമ്മുടെ ഡോറുകളിൽ അലമാറകളിൽ പിന്നെ ജനലുകളിൽ അങ്ങനെ എല്ലാത്തിലും നമ്മൾ ചന്ദനക്കുറി ഇടാറുണ്ട്. അത് ശീലമാണ്. അത് പണ്ട് മുതൽ കുട്ടിക്കാലം മുതലേ കാണുന്നൊരു സംഭവമാണ്. കുഞ്ഞിപ്പെണ്ണ് കുളിച്ച് റെഡിയായി സുന്ദരി കുട്ടിയായിട്ടോ. അതിലൊക്കെ അച്ഛൻ പൂജയ്ക്കുള്ളതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണ് നേരെ ഇതാ ദൈവത്തിന് തൊഴാൻ വേണ്ടി വന്നാണ്. ഞാൻ പറ്റുക പിന്നെ പൂജയ്ക്കുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് അവലും നമ്മുടെ ചെറുപയർ പുഴുക്കുമാണ് കേട്ടോ. ഇവനെ വാഹനം പൂജ ചെയ്യാൻ വേണ്ടി എല്ലാം കഴുകി വൃത്തിയാക്കി മാലക്കെട്ട് സുന്ദര കുടുംബം വെച്ചിട്ടുണ്ട്. അങ്ങനെ അച്ഛൻ എന്താ പൂജ തുടങ്ങിയിരിക്കുകയാണ്. കുഞ്ഞിപ്പെണ്ണ് 1 മിനിറ്റ് വെറുതെ ഇരിക്കുന്നുണ്ട്. അതിൽ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി അപ്പൂപ്പിൻ്റെ കൈ പിടിച്ച് കുഞ്ഞിപ്പെണ്ണ് പൂജയാണ്. അങ്ങനെ അച്ഛൻ പൂജയൊക്കെ കഴിഞ്ഞ് ഇതാ പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ തുളസിയും ചെത്തിപ്പൂവൊക്കെ കുഞ്ഞിപ്പണ്ട് കൈ കൊടുത്ത് ഇങ്ങനെ തൊഴുകയാണ്. അങ്ങനെ വാഹന പൂജ അതിന് പുറത്ത് വന്ന് വാഹന പൂജയൊക്കെ അച്ഛൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ കുഞ്ഞിപ്പെണ്ണ് കുറി ഇടണം, അത് മസ്റ്റാണ് കുഞ്ഞിപ്പെണ്ണ് കേട്ടോ. അപ്പോൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ കുറി ഇടണം. അപ്പോൾ നിങ്ങളും വീട്ടിലാണോ പൂജ വെക്കൽ? നമ്മൾ എപ്പോഴും എൻ്റെ ഓർമ്മച്ചാലം മുതൽ നമ്മൾ വീട്ടിലാണ് എപ്പോഴും പൂജ വെക്കൽ. ബുക്കൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ വെക്കുന്നത്, അച്ഛനാണ് പൂജ ചെയ്യുന്നത്. ഇപ്പോൾ 2 വർഷമായിട്ട് നമ്മൾ വസുക്കുട്ടൻ്റെ ബുക്ക് നമ്മൾ ശിവക്ഷേത്രത്തിൽ ഞങ്ങൾ പുതിയ ഇവിടെ താമസിക്കുന്ന അവിടെയാണ് കൊടുക്കൽ കേട്ടോ. എന്നാലും ഞാൻ ബുക്ക് വസുവിനെയും തെച്ചുവിനെയും കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊരു ശീലമാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലാണോ പൂജ വെക്കുന്നത് എന്താണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.